Friends, let us start today's class. The topic is mistake. കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ കൺസെൻറ്റിന് വിഘാതം നിൽക്കുന്ന ചില ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഇത്തരം ഘടകങ്ങളെക്കുറിച്ച് വിശദമായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൽ ഒന്നുകൂടെ ബാക്കിയുണ്ട്, മിസ്റ്റേക്കാണ്. കേവലം മിസ്റ്റേക്ക് സംഭവിക്കുന്നത് കൊണ്ടും ഫ്രീ കൺസെൻറ്റ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. മിസ്റ്റേക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. വാട്ട് ഈസ് മിസ്റ്റേക്ക്? Mistake may be defined as an erroneous belief regarding something. തെറ്റായ വിശ്വാസം, അറിയാതെ സംഭവിച്ചതാണ്. കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച്. സബ്ജക്റ്റ് മാറ്റർ ഓർ റിലേറ്റഡ് തിങ്സ്, ഇതിനെക്കുറിച്ച് ഒരു തെറ്റായ വിശ്വാസം, അതിനെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തികളുടെ ഭാഗത്തു നിന്നും ആവാം. an erroneous belief regarding something, അവരുടെ വിശ്വാസം തെറ്റാണ്. ഉദാഹരണത്തിന്, എ എന്ന് പറയുന്ന ആൾക്ക് 2 വീടുണ്ട്. ഒരു വീട് കോഴിക്കോടാണ്, മറ്റൊരു വീട് വടകരയാണ്. എ ബിയുമായിട്ടൊരു കരാറുണ്ടാക്കി 10 lakhs റുപ്പീസിന് വടകരയിലുള്ള വീട് വിൽക്കാമെന്ന്. എന്നാൽ ബി ഉദ്ദേശിക്കുന്നത് കോഴിക്കോടുള്ള വീടാണ്. ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയാം. ബി മനസ്സിലാക്കിയതിലുള്ള ഒരു മിസ്റ്റേക്കാണത്. ഇത് ഫ്രോഡോ, മിസ്റെപ്രസെൻറ്റേഷനോ, അൺഡ്യൂ ഇൻഫ്ലുവൻസോ, കൊയേഷനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് മിസ്റ്റേക്ക്. ഓക്കെ. Erroneous belief regarding the house. Mistake may be of 2 types: mistake of fact and mistake of law. Mistake 2 തരത്തിലാണ്: mistake of fact and mistake of law. What is mistake of fact? If the parties are under a mistake regarding the subject matter of the contract, or if they do not know the non-existence of the same at the time of contract, it is a mistake of fact. കരാറിലെ പ്രതിപാദ്യ വിഷയമുണ്ടല്ലോ, സബ്ജക്റ്റ് മാറ്റർ, അതുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ആണെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയും. അതേപോലെ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് സബ്ജക്റ്റ് മാറ്റർ നിലവിലില്ല, ഇതും വ്യക്തികൾ അറിയുന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയ കരാറും മിസ്റ്റേക്ക് മൂലം അസാധുവാക്കപ്പെടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് സംഭവിച്ച ഉദാഹരണത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റാണ്. ഓക്കെ. സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കാണ്. Then it is called a mistake of fact. Mistake of fact is the mistake regarding the subject matter of the contract. Mistake of fact എന്ന് പറയുമ്പോൾ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്ററാണ്. ഈ കാര്യം പാർട്ടീസ് അറിയുന്നില്ല. അതായത് ഒരു പശുവിനെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ്.
എന്നാൽ പശു ജീവൻ പോയിട്ടുണ്ട്. ഇത് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അറിയുന്നില്ല. അവിടെയും മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയും. മിസ്റ്റേക്ക് ഓഫ് ലോ എന്താണ്? ഇഫ് ദ പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ലോ, ഇറ്റ് ഈസ് കോൾഡ് മിസ്റ്റേക്ക് ഓഫ് ലോ. നിയമത്തിലെ പ്രൊവിഷൻസ് അറിയാത്തതിൻ്റെ പേരിൽ, കരാർ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അങ്ങനെ നിയമത്തിൻ്റെ അഭാവം മൂലം കരാറിലേക്ക് എത്തിപ്പെടുന്നതാണ്. നിയമം അറിയാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് ഓഫ് ലോ. ഓക്കെ, ഇനി നമുക്ക് വിശദമായിട്ട് റൂൾസ് റിഗാർഡിംഗ് മിസ്റ്റേക്ക് എന്താണെന്ന് പരിശോധിക്കാം. റൂൾസ് റിഗാർഡിംഗ് മിസ്റ്റേക്ക്. Mistake may be of mistake of Indian law and mistake of foreign law. A contract is valid if the parties are mistaken regarding the provisions of Indian law. Okay. മിസ്റ്റേക്ക് ഇന്ത്യൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്കുമാവാം, ഫോറിൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്കുമാവാം. ഇതിൽ ഇന്ത്യൻ ലോ പ്രകാരമുള്ള പ്രൊവിഷൻസിലാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെങ്കിൽ കോൺട്രാക്റ്റ് ഈസ് വാലിഡ്. ഓക്കെ, ദ നെക്സ്റ്റ് റൂൾ ഈസ് an agreement induced by a mistake of fact is void if both parties to the agreement are mistaken and the mistake relates to the fact essential to the agreement. നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് മാറ്റർ പോലെയുള്ള കരാറിലെ പ്രതിപാദ്യ വിഷയം തന്നെയാണ്. കരാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതിയിലാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്. മാത്രമല്ല, കരാറിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾക്കും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇൻ ദിസ് കേസ് എഗ്രിമെൻ്റ് ഇവിടെ വോയിഡാണ്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 20. The next, what is bilateral mistake? കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾക്കും മിസ്റ്റേക്ക് സംഭവിച്ചാലാണ് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇഫ് ബോത്ത് പാർട്ടീസ് ടു ആൻ എഗ്രിമെൻ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. രണ്ട് പേർക്കും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റാണ്. ഇതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കുന്നത്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, ഒരാൾക്ക് മാത്രം മിസ്റ്റേക്ക് സംഭവിക്കുന്ന കേസാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. വെൻ വൺ ഓഫ് ദ പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് ഈസ് അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. മറ്റൊരു റൂളാണ് an erroneous opinion regarding the value of the subject matter is not a mistake of fact. തെറ്റായ അഭിപ്രായം മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൻ്റെ പരിധിയിൽ വരുന്നില്ല. റിഗാർഡിംഗ് ദ വാല്യൂ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ, വീടിൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ വണ്ടിയുടെ വിലയെക്കുറിച്ച്, പശുവാണെങ്കിൽ അതിൻ്റെ വിലയെക്കുറിച്ചുള്ള തെറ്റായ ഒപ്പീനിയൻ, എറോണിയസ് ഒപ്പീനിയൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് അല്ല. എറോണസ് ബിലീഫ് ആയിരിക്കണം. An erroneous opinion regarding the value of the subject matter is not a mistake of fact. Erroneous opinion regarding the value of the subject matter is not a mistake of fact. Okay. ഉദാഹരണത്തിന് എക്സ് വൈക്ക് 10 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വിൽക്കുകയാണ്.
വൈ വിചാരിക്കുന്നത് 100 രൂപയാണ് എന്നാണ്. എന്നാൽ അവിടെ കോൺട്രാക്റ്റ് വാലിഡ് ആണ്, എഗ്രിമെൻ്റ് ഈസ് വാലിഡ്. പിന്നീട് അയാൾക്ക് വ്യക്തമായി, വൈക്ക് വ്യക്തമായി യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില 10 രൂപ ആയിരുന്നു എന്ന്. എന്നാൽ പോലും വൈക്ക് ബാക്കി 90 രൂപ തിരിച്ചു കിട്ടാൻ വകയില്ല. കാരണം കോൺട്രാക്റ്റ് ഈസ് വാലിഡ്. ഓക്കെ. നോ വൺ ക്യാൻ കംപ്ലൈൻ ദാറ്റ് he was under a mistake regarding the quality of the subject matter of the contract because of the rule caveat emptor. ഒരാളൊരു സാധനം വാങ്ങുകയും പിന്നീട് താൻ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണിതെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കരാറിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നേരത്തെ എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. യഥാർത്ഥത്തിൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്രീ കൺസെൻറ്റിന് വിഘാതം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കരാറ് വാലിഡ് അല്ല എന്നാണ്. എങ്കിലും നിയമത്തിൽ ഒരു പഴുതുണ്ട്. അതറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: കവിയറ്റ് എംറ്റർ. അതിൻ്റെ മീനിങ് എന്താണ്? ലെറ്റ് ദ പർച്ചേസർ ബിവെയർ ഓർ കെയർഫുൾ എന്നൊക്കെയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പർച്ചേസർ ടു ചെക്ക് ദ ഡിഫക്ട്സ് ഓഫ് ദ ഗുഡ്സ് ബിഫോർ ബൈയിങ്. അങ്ങനൊരു നിയമമുണ്ട്. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ഫ്രീ കൺസെൻറ്റിന് വിഘാതം നിൽക്കുന്നില്ല. ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് ബയറുടെ, പർച്ചേസറുടെ ഡ്യൂട്ടിയാണ്. അതിനെയാണ് കവിയറ്റ് എംറ്റർ എന്ന് നിയമത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കും. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുന്ന സമയത്ത് വിശദമായി ചർച്ച ചെയ്യും. മറ്റൊരു റൂളാണ്: ഇഫ് ദ മിസ്റ്റേക്ക് ഈസ് റിഗാർഡിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡ്. ക്വാളിറ്റി പോലെ അല്ല ക്വാണ്ടിറ്റി. നമ്മൾ 10 എണ്ണം വാങ്ങി, വീട്ടിലെത്തി നോക്കിയപ്പോൾ അത് 8 എണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ 9 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെതിരെ തിരിയാനും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച എണ്ണം വാങ്ങിക്കാനൊക്കെ സാധിക്കും. അയാൾ അതിന് തയ്യാറല്ല എങ്കിൽ കരാറിൽ നിന്ന് പിന്മാറുകയും ആവാം. അവിടെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ക്വാണ്ടിറ്റിയാണ്, ക്വാളിറ്റി അല്ല. ഓക്കെ. ഇവിടെ കരാറ് വോയിഡാണ്, നേരത്തെ വാലിഡാണ്. മറ്റൊരു റൂളാണ്: എ കോൺട്രാക്റ്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ കോൺട്രാക്റ്റഡ് ഈസ് ഇൻവാലിഡ് ഇഫ് ദ ഐഡൻറ്റിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് ടു ദ കോൺട്രാക്റ്റ്. ഓക്കെ. എന്താണ്? കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് കരാറുമായി ബന്ധപ്പെട്ട് ഒരു മെറ്റീരിയൽ ഫാക്റ്റാണെങ്കിൽ, പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് വെളിപ്പെടുത്തണം. അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചാൽ, ഞാനൊരു ഡോക്ടറുമായിട്ട് കരാറുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡോക്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്നാൽ അദ്ദേഹം ഒരു ഡ്രഗിസ്റ്റോ അങ്ങനെ മെഡിക്കൽ ഫീൽഡിലുള്ള മറ്റേതെങ്കിലും തൊഴിലാളിയാണ്, അങ്ങനെയുള്ള ഒരാളുമായിട്ടാണ് കരാർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്,
കരാറ് ഇൻവാലിഡാണ് അഥവാ വോയിഡാണ്. ഓക്കെ, അവിടെ ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിനാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാർക്ക് മാത്രമേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ അവിടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ, നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരാന്നറിയില്ല, അതിൻ്റെ മാനേജറൊക്കെ ആയിട്ട് കരാറുണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ശരിയാവില്ലല്ലോ. നമുക്ക് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നത് ഡോക്ടർമാർക്കാണ്, മറ്റുള്ള ആളുകൾക്കല്ല. അപ്പോൾ അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ പ്രധാനപ്പെട്ടതായിരിക്കും, മെറ്റീരിയൽ ഫാക്റ്റ് ആയിരിക്കും. അങ്ങനെയാവുന്ന സമയത്ത് ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ അറിഞ്ഞിരിക്കണം. അത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ, ഈ ഒരു വിഷയത്തിൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ കരാർ വോയിഡായിരിക്കും. ഓക്കെ, പിന്നീട് വ്യക്തമാവുന്ന കരാറുണ്ടാക്കിയത് ഡോക്ടറുമായിട്ടല്ല ഇന്ന ആളുമായിട്ടാണ്, എന്നാൽ കരാറ് സ്പോട്ടിൽ എന്താവും, അവിടെ വോയിഡാവും. ഓക്കെ, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ വിൽ നോട്ട് ഇൻവാലിഡേറ്റ് ദ കോൺട്രാക്റ്റ് വേർ ഐഡൻറ്റിറ്റി ഓഫ് ദ പാർട്ടി കോൺട്രാക്റ്റഡ് ഈസ് ഇമ്മെറ്റീരിയൽ. അങ്ങനെ വരുമല്ലോ, നേരത്തെ പറഞ്ഞ നിയമത്തിൻ്റെ ഒരു കൂട്ടി വായനയാണിത്. മറ്റൊരു ഉദാഹരണം പറയാം. ഒരു തിയേറ്റർ ഉടമ എക്സ് എന്ന് പറയുന്ന ആൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് ടിക്കറ്റ് കളക്ടറെ വിലക്കുകയും ഈ ഒരു വിവരം അറിഞ്ഞ എക്സ് വൈയെ സമീപിക്കുകയും തനിക്ക് വേണ്ടി ടിക്കറ്റ് എടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ടിക്കറ്റുമായി എക്സ് തിയേറ്ററിലെത്തി. എക്സിന് അവിടെ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. ഈ സമയത്ത് എക്സിന് കേസ് കൊടുക്കാൻ പറ്റുമോ? എക്സ് കേസിൽ വിജയിക്കുമോ? എന്താണ്? ഇല്ല എന്നുള്ളതാണ്. എക്സിന് കേസിന് പോകാനോ ഒന്നിനും കഴിയില്ല. കാരണം ഇവിടെ ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിയർ ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡ്. ക്ലിയർ? ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ വിൽ നോട്ട് ഇൻവാലിഡേറ്റ് ദ കോൺട്രാക്റ്റ് വേർ ഐഡൻറ്റിറ്റി ഓഫ് ദ പാർട്ടി കോൺട്രാക്റ്റഡ് ഈസ് ഇമ്മെറ്റീരിയൽ. ഇമ്മെറ്റീരിയൽ ആണെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ ആളെന്നെ വരണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് അവിടെ പ്രശ്നമില്ല, കരാറ് വാലിഡ് തന്നെയാണ്. ഓക്കെ, പാരൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് സാധാരണ വീട്ടിൽ നിന്നും പാരൻസ്, ഫാദർ ഓർ മദർ, അങ്ങനെ എല്ലാവരും വന്നോളണമെന്നില്ലല്ലോ. ചില സമയങ്ങളിൽ ഗാർഡിയൻസൊക്കെ വരാറുണ്ട്, ബ്രദർ, സിസ്റ്റർ, അങ്ങനെയുള്ള ബ്ലഡ് റിലേഷൻഷിപ്പുള്ള ആളുകളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുന്നതും സൈൻ ചെയ്യുന്നതൊക്കെ അവരാണ്. ചില സാഹചര്യങ്ങളിൽ ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ ഇമ്മെറ്റീരിയൽ ആയിരിക്കും, അത്ര പ്രധാനപ്പെട്ടതായിരിക്കില്ല, അവരെന്നെ വരണമെന്നുണ്ടാവില്ല. ഓക്കെ, വേറെ ആൾ വന്നാലും മതിയാവും.
നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ടിക്കറ്റ് എടുക്കാൻ എക്സ് തന്നെ പോകണമായിരുന്നു. കാരണം എക്സിന് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിളംബരം അവിടെ ഉള്ള സ്ഥിതിക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഇൻ പേഴ്സൺ വേണ്ടി വരില്ല. ആ സമയത്ത് കരാറ് വാലിഡാണ്. ഓക്കെ. എക്ക് വേണ്ടി കുറച്ച് ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി, ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബി പോയി. ഓക്കെ. അങ്ങനെ ബി ജ്വല്ലറി വാങ്ങുകയും അതിൻ്റെ ക്യാഷ് കൊടുക്കുകയും ചെയ്തു. അവിടെ കോൺട്രാക്റ്റ് എന്താണ്? ബി ഏർപ്പെട്ട ഇടപാട് സാധുവാണ്, വാലിഡാണ്. കാരണം ഇവിടെ ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ കോൺട്രാക്റ്റഡ് ഈസ് ഇമ്മെറ്റീരിയൽ, പ്രധാനപ്പെട്ടതല്ല. ഓക്കെ. ഒരാൾക്ക് ഒരാളെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഏൽപ്പിക്കാമല്ലോ. അതെത്ര വിലപിടിപ്പുള്ളതായാലും അങ്ങനെ ആവാം. അവിടെ ഐഡൻറ്റിറ്റി ഓഫ് പേഴ്സൺ ഇമ്മെറ്റീരിയലാണ്. അതുകൊണ്ട് എക്ക് വേണ്ടി ബി ജ്വല്ലറി വാങ്ങിയ ഇടപാട് വാലിഡാണ്, കോൺട്രാക്റ്റ് സാധുവാണ്. ഓക്കെ. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, എ കോൺട്രാക്റ്റ് ഈസ് വോയിഡ് ഇഫ് ബോത്ത് പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. നാച്ചർ ഓഫ് ട്രാൻസാക്ഷനായിട്ട് ട്രാൻസാക്ഷൻസ്, ഇടപാട് ക്യാഷ് ഇടപാടാവാം, ക്രെഡിറ്റ് ഇടപാടാവാം, പലതരത്തിലുള്ള ഇടപാടാവാം, ചെക്ക് ട്രാൻസാക്ഷൻ ആവാം. ഈ ഒരു വിഷയത്തിൽ മിസ്റ്റേക്ക് സംഭവിച്ചു. വാങ്ങുന്ന ആൾ ഓൺ ക്രെഡിറ്റാണ് ഉദ്ദേശിക്കുന്നത്, എന്നാൽ സെല്ലർ വിചാരിക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷനാണ് എന്നാണ്. ഇതൊരു മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷനുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനുണ്ട്. ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഈസ് വോയിഡ്. ഓക്കെ. These are the rules regarding mistake. Friends, let us see again with another topic in another video.